ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പർപ്പസൊക്കെ കണ്ടുപിടിക്കണമെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അതൊന്നും എന്താണെന്ന് മനസ്സിലാവാത്തൊരു സ്റ്റേജിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുക ആർക്കാണ്? ഒരു ഗുരു എന്നൊക്കെ പറയുന്നത് ആരാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നർ സെൽഫ് തന്നെയാണ് ഏറ്റവും വലിയ ഗുരു എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ തരാനും നമ്മളെ ഗൈഡ് ചെയ്യാനും കഴിയുന്നത് നമ്മളെ ഇന്നർ സെൽഫിനാണ്. അതെങ്ങനെ നമുക്ക് ആ ഒരു ഇന്നർ സെൽഫിൻ്റെ അതിന് ഉത്തരം കിട്ടും എന്നുള്ളതിനുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമ്മൾ തന്നെ നമ്മളോട് ഒരു ഫ്രണ്ടിനെ പോലെ കരുതി സംസാരിക്കുക. ഞാനിപ്പോൾ പറയാം, അനശ്വര, ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇന്നതിൽ പോയാൽ ഇഷ്ടപ്പെടുമോ? അതിൽ ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? എനിക്ക് ഹാപ്പി ആയിട്ട്, എനിക്കതിൽ പൈസയൊന്നും വേണ്ട, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാണോ അത്? അതിനൊരു നല്ല ഫ്രണ്ടായിട്ടിരുന്ന് സംസാരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്താൽ ഹാപ്പി ആയിരിക്കും? വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ല. സിമ്പിളായ ജീവിതത്തിലെ ചേഞ്ചസ് നമുക്ക് വലിയ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അത് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതെന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ ഒരു ഫ്രണ്ടായിട്ട് കരുതുക. അതൊരിക്കലും ഒരു ഇന്നർ സെൽഫ് എന്ന് പറയുന്നില്ല, അവനവൻ്റെ ഉള്ളിലുള്ള ശബ്ദം എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മളെ തെറ്റായ വഴിയിലേക്ക് ഗൈഡ് ചെയ്യില്ല. കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഒന്ന് ഇന്നർ വോയിസ് ആണ്. ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ മൈൻഡ് നമ്മളെപ്പോഴും ഗൈഡ് ചെയ്യുക നെഗറ്റീവിലേക്കായിരിക്കും. പക്ഷേ ഇന്നർ വോയിസ് ഒരിക്കലും നെഗറ്റീവിലേക്ക് ഗൈഡ് ചെയ്തില്ല. നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യും? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി വെച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. തെറ്റിലേക്ക്